കഥാസരിത് സാഗരത്തിൽ നിന്നും ശേഖരിച്ച അതിമനോഹരമായ ഒരു പുരാണ കഥയാണ് ഇന്ന് പറയുന്നത്. ഇന്ദ്രനും സുബ്രഹ്മണ്യനും. പണ്ട് താരകാസുരന്റെ നേതൃത്വത്തിൽ അസുരന്മാർ പലതരത്തിൽ ദേവന്മാരെ പീഡിപ്പിച്ചു. ശിവനിൽ നിന്നും ജനിക്കുന്ന പുത്രനു മാത്രമേ തന്നെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന് താരകാസുരൻ ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിയിരുന്നു. തന്നിമിത്തം പരമേശ്വരനിൽ നിന്നും ഒരു പുത്രൻ ജനിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ തപസ്സിളക്കാൻ ഇന്ദ്രൻ കാമദേവനെ അയച്ചു. കാമൻ ശിവന്റെ മൂന്നാം കണ്ണിലെ അഗ്നിയിൽ ദഹിച്ചുപോയി. അതിനുശേഷം പാർവതി തീവ്ര തപസ്സുകൊണ്ട് ശിവനെ ഭർത്താവാക്കി. കാമൻ ജീവിക്കണമെന്നും തനിക്ക് ഒരു പുത്രനുണ്ടാകണമെന്നും ദേവി ശിവനോട് അപേക്ഷിച്ചു. അഭീഷ്ടം അറിയിച്ച പാർവതിയോട് ശിവൻ പറഞ്ഞു, പണ്ട് ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നാണ് കാമൻ ജനിച്ചത്. ജനിച്ചയുടൻ ഞാൻ ആരെ ദർപ്പിതനാക്കണം എന്ന് അദ്ദേഹം ചോദിച്ചു. അതിനാൽ ബ്രഹ്മാവ് അവന് കന്ദർപ്പൻ എന്ന പേരിട്ടു. ഒരിക്കലും എന്നെ ദർപ്പിതനാക്കരുത് എന്ന് ബ്രഹ്മാവ് അപ്പോൾ തന്നെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഗണിക്കാതെ അവൻ എന്റെ നേർക്ക് വന്നു. ഞാൻ അവനെ ദഹിപ്പിക്കുകയും ചെയ്തു. ഇനിയും അവനെ ശരീരത്തോടുകൂടി ജനിക്കാൻ സാധ്യമല്ല. ഞാൻ ആത്മശക്തി കൊണ്ടുതന്നെ ഭവതിയിൽ പുത്രനെ ഉൽപ്പാദിപ്പിക്കാം. എനിക്ക് സാധാരണ ജനങ്ങൾക്കെന്ന പോലെ ഇതിൽ കാമപ്രചോദനം ആവശ്യമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇന്ദ്രനും ബ്രഹ്മാവും അവിടെ വന്നു. അവരുടെ അപേക്ഷയനുസരിച്ച് പാർവതിയിൽ ഒരു പുത്രനെ ജനിപ്പിക്കാമെന്ന് ശിവൻ സമ്മതിച്ചു. സൃഷ്ടികൾ നശിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് എല്ലാ പ്രാണികളുടെയും മനസ്സിൽ കാമൻ ജനിച്ചു കൊള്ളട്ടെ എന്ന് ശിവൻ സമ്മതിച്ചു. ബ്രഹ്മാവും ഇന്ദ്രനും സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശിവനും പാർവതിയുമായി ക്രീഡ തുടങ്ങി. 100 വർഷം കഴിഞ്ഞിട്ടും അതിന് അവസാനമുണ്ടായില്ല. ഉപമർദ്ദം മൂലം ലോകമെല്ലാം കിടന്നിളകി തുടങ്ങി. തന്നിമിത്തം ലോകനാശത്തെ ഭയന്ന് ബ്രഹ്മകൽപ്പനയാൽ ദേവന്മാർ അതിന് വിഘ്നം വരുത്തുവാൻ അഗ്നിയെ സ്മരിച്ചു. അഗ്നി അവരുടെ ഉദ്ദേശം നിറവേറ്റാൻ സാധിക്കയില്ലെന്ന് മനസ്സിലാക്കി അവരറിയാതെ സ്ഥലം വിട്ട് വെള്ളത്തിനുള്ളിൽ ഒളിച്ചു. ദേവന്മാർ അഗ്നിയെ അന്വേഷിച്ചു തുടങ്ങി. അപ്പോഴേക്കും അഗ്നിയുടെ ഊഷ്മാവ് കൊണ്ട് ദഹിച്ചു തുടങ്ങിയ ജലജന്തുക്കൾ അവരോട് വാസ്തവം പറഞ്ഞു. തൽക്ഷണം അഗ്നി അവയ്ക്കെല്ലാം സംസാരിക്കാൻ കഴിയാതെയാവട്ടെ എന്ന് ശപിച്ചു. അതിന്റെ ശേഷം അഗ്നി മന്ദരപർവ്വതത്തിൽ പോയി ഒളിച്ചു. കൂമന്റെ ആകൃതിയിൽ ഒരു വൃക്ഷകോടരത്തിൽ ഒളിച്ചിരുന്ന അഗ്നിയുടെ വിവരങ്ങൾ ആനകളും തത്തകളും വെളിപ്പെടുത്തി. അവയ്ക്ക് മേലാൽ നാക്കില്ലാതെയാവട്ടെ എന്ന് അഗ്നി ശപിച്ചു. ഇങ്ങനെ ദേവന്മാർ അഗ്നിയെ കണ്ടുപിടിച്ചു. അവരുടെ നിർബന്ധം മൂലം അഗ്നിദേവൻ ഉടനെ പോയി തന്റെ ഊഷ്മാവ് കൊണ്ട് ശിവനെ ക്രീഡയിൽ നിന്നും നിവർത്തിപ്പിച്ചു. ശിവൻ തന്റെ വീര്യം അഗ്നിയിൽ നിക്ഷേപിച്ചു. അഗ്നി സൂര്യസമാനമായ ആ വീര്യം കൊണ്ട് ഗർഭം ധരിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അതു താങ്ങാൻ ശക്തിയില്ലായകയാൽ അഗ്നി അതിനെ ഗംഗാനദിയിലും ഗംഗ ശിവന്റെ കൽപ്പനപ്രകാരം മഹാമേരുവിങ്കലുള്ള അമക്കാട്ടിലും ഉപേക്ഷിച്ചു. ശൈവഭൂതങ്ങൾ അതിനെ അവിടെ വെച്ച് പൂജിച്ചു. 1000 വർഷങ്ങൾ കൊണ്ട് അതിൽ നിന്നും 6 മുഖത്തോടു കൂടിയ ഒരു കുമാരൻ സുബ്രഹ്മണ്യൻ ജനിച്ചു. പാർവതി നിയമിച്ച കൃത്തികകളുടെ മുല കുടിച്ച് അല്പദിവസം കൊണ്ട് ആ കുമാരൻ അപ്രതീക്ഷിതമാം വണ്ണം വളർന്നു. തന്നിമിത്തം കാർത്തികേയൻ എന്ന പേരുണ്ടായി. അക്കാലത്ത് താരകാസുരനാൽ തോൽപ്പിക്കപ്പെട്ട ദേവേന്ദ്രൻ യുദ്ധം വേണ്ടെന്നു വെച്ച് മഹാമേരുവിൽ വന്ന് പാർത്തു. ദേവന്മാരും മഹർഷിമാരും സുബ്രഹ്മണ്യനെ ശരണം പ്രാപിച്ചു. അത് ദേവേന്ദ്രൻ അറിഞ്ഞു. കുപിതനായ ഇന്ദ്രൻ സുബ്രഹ്മണ്യനോട് യുദ്ധം ചെയ്തു. ഇന്ദ്രന്റെ വജ്രായുധം തട്ടി മുറിവേറ്റ സുബ്രഹ്മണ്യന്റെ മുഖത്തുനിന്ന് ശാഖൻ എന്നും വിശാഖൻ എന്നും പേരുള്ള തേജസ്വികളായ 2 പുത്രന്മാർ ജനിച്ചു. സുബ്രഹ്മണ്യൻ അവരുടെ സഹായത്തോടുകൂടി ഇന്ദ്രനുമായി വീണ്ടും ഏറ്റുമുട്ടി. ഉടൻ തന്നെ ശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇന്ദ്രനോട് അവൻ താരകാസുരനെ കൊല്ലുവാനും ഇന്ദ്രന്റെ രാജ്യം രക്ഷിക്കാനും അവതരിച്ചവനാണെന്ന് അറിയിച്ചു. അപ്പോഴാണ് ഇന്ദ്രൻ സുബ്രഹ്മണ്യനെ തിരിച്ചറിഞ്ഞത്. സകല അപരാധങ്ങളും ക്ഷമിക്കണമെന്ന് ഇന്ദ്രൻ സുബ്രഹ്മണ്യനോട് അപേക്ഷിച്ചു.
സുബ്രഹ്മണ്യനെ തന്റെ സേനാപതിയായി അഭിഷേകം ചെയ്യാൻ ദേവേന്ദ്രൻ ആഗ്രഹിച്ചു. അദ്ദേഹം തന്നെ മന്ത്രവിശുദ്ധമായ കലശം എടുത്ത് തീർത്ഥം കുമാരന്റെ തലയിൽ പകരുവാൻ തുടങ്ങിയപ്പോൾ കലശം സ്തംഭിച്ചുപോയി. ഇന്ദ്രൻ വിഷാദിച്ചു നിന്നു. ഗണപതി പൂജ ചെയ്യാതെ അഭിഷേകം ആരംഭിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ശിവൻ ഇന്ദ്രനെ അറിയിച്ചു. ഉടൻ ഇന്ദ്രൻ വിഘ്നേശ്വരനെ പൂജിച്ചു. ബാഹുസ്തംഭം നീങ്ങി. കുമാരന്റെ അഭിഷേകവും നടന്നു. ഇങ്ങനെ ഇന്ദ്രന്റെ സേനാപതി ആയിത്തീർന്ന സുബ്രഹ്മണ്യൻ അധികം താമസിയാതെ താരകാസുരനെ വധിച്ചു.